ഹായ് ഹലോ ആൻഡ് വെരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്കറിയാം, ഞാൻ നമ്മുടെ ചാനൽ ഒരുപാട് ആമസോൺ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആമസോൺ പ്രൊഡക്ട്സും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം അതിൽ കുറേ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ ഞാൻ ഡെയിലി യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്തോരാണ്. അപ്പം നിങ്ങൾക്കും അതുപോലെ ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്, പ്രൈസ് വൈസ് സൂപ്പർ അഫോർഡബിൾ ആണ്. അപ്പം അതൊരു ബെറ്റർ കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നില്ലേ, കോംബോയാണ്. ഈ പ്രൈസിന് ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയാണ്. അങ്ങനത്തെ കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സാണ് കാണിക്കുന്നത്. സോ ഇനി ഒട്ടും ബ്ലാബ്ല അടിക്കുന്നില്ല, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു മസ്റ്റ് ഹാവ് ആണോ എന്ന് എനിക്ക് ചോദിച്ചാൽ അല്ല, നമ്മൾ ഡെയിലി ബേസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട സാധനമല്ല, എങ്കിൽ പോലും ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്, പ്രൈസും അഫോർഡബിൾ ആണ്. പെൺകുട്ടികൾക്ക് ഒരു മസ്റ്റ് ഹാവ് ആയിരിക്കാം മേ ബി, നിങ്ങൾക്ക് ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ. വേറൊന്നുമല്ല, വളയാണ്. ഇത് യൂബെല്ല എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. അടിപൊളിയാണ്. ഇപ്പം ഞാൻ ആ കറക്റ്റ് അറേഞ്ച്മെൻറ്റിനല്ല വെച്ചേക്കുന്നത്, ഞാനൊരു ഫോട്ടോ പോലെ ഇട്ടേക്കാം ഇതിൻ്റെ. ഇത് ഈ ഒരു സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരുപാട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാം, ഒരുപാട് രീതിയിൽ ഇത് ഇടാം. ആരും അറിയാൻ പോകുന്നില്ല നിങ്ങൾ അന്ന് ഫംഗ്ഷൻ ഉപയോഗിച്ച സെയിം വളയല്ലേ ഇത്, അങ്ങനെ മനസ്സിലാവത്തില്ല കേട്ടോ. കാരണം ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഈ വളയിൽ 3 സൈസ് ഓഫ് ബാംഗിൾസ് ആണ് വരുന്നത്. ഒന്ന് ഈ ഒരു വലിയ ബാംഗിള്, പിന്നെ ഈ ഒരു കുഞ്ഞ് ബാംഗിള്, പിന്നെ ഈ ഒരു മീഡിയം സൈസ്. അങ്ങനെ ഒരു 3 സൈസിലാണ് ഈ ഒരു സെറ്റ്. 3 സൈസ് ഓഫ് ബാംഗിൾസ് ഈ ഒരു സെറ്റിൽ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. ഞാൻ ഒരുപാട് ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. കളർ പോകത്തില്ല കേട്ടോ. ഇതിൻ്റെ കളർ നല്ലൊരു ആൻറ്റിക് ഗോൾഡ്, ആ ഒരു എറിച്ച് നിൽക്കുന്ന ആ ഒരു ലോക്കൽ ചീപ്പ് ഗോൾഡേ അല്ല ഇത്, നല്ലൊരു ആൻറ്റിക് ഗോൾഡാണ്. ആൻഡ് ഈ ഒരു വളയിൽ സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ട്, ആ സ്റ്റോൺ ഒന്നും പോയിട്ടില്ല. നല്ല ക്വാളിറ്റി വള കേട്ടോ. ആൻഡ് ഇതിൻ്റെ റിവ്യൂ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആമസോണിൽ ഒരുപാട് നല്ല റിവ്യൂസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് റിവ്യൂ ചെക്ക് ചെയ്ത് നോക്കാമേ, അടിപൊളി റിവ്യൂസ് ഉള്ളത്. അടിപൊളി ബാംഗിൾസ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ വല്ലപ്പോഴും ഫംഗ്ഷൻ വരുമ്പം ബാംഗിൾസ് ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് ബാംഗിൾസ് മതി. നിങ്ങൾക്ക് പിന്നെ വേറൊരു സെറ്റ് ഓഫ് ബാംഗിൾസിൻ്റെ ആവശ്യമില്ല. സൂപ്പറാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഡെയിലി ബേസിൽ നിങ്ങൾക്ക് ഗേൾസിന് യൂസ് ആവുന്ന സാധനമാണ്. ഓഫീസിലൊക്കെ പോകുന്നവർക്ക് നല്ലതായിരിക്കും. വേറൊന്നുമല്ല, ഈ ഒരു ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ പ്രോ കൺസീലർ പാലറ്റ് ആട്ടോ ഇത് വന്നിട്ട്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒരു കളർ കറക്ടർ, ഒരു ഓറഞ്ച് കളർ കറക്ടർ വരുന്നുണ്ട്, പിന്നെ ഒരു കോണ്ടോർ വരുന്നുണ്ട്, പിന്നെ ഒരു 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഫൗണ്ടേഷൻ അല്ല കൺസീലറും വരുന്നുണ്ട്. നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള ഷെയ്ഡിലോട്ട് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലെ എല്ലാ കളേഴ്സും നമുക്ക് ആവശ്യം വരും. ഒരു ഓറഞ്ച്, എല്ലാവരും യൂസ് ചെയ്യുന്ന കളർ കറക്ടർ വന്നിട്ട് ഓറഞ്ച് കളർ കറക്ടർ അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കോണ്ടോർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ കൺസീലർ ഷെയ്ഡ് തന്നെ 2-3 കളർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരുപാട് ആൾക്കാർ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല, എല്ലാവരും തന്നെ ഈ ഒരു കൺസീലർ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഡെയിലി മേക്കപ്പ് ഇപ്പം ആരും പ്രിഫർ ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു മേക്കപ്പിനുള്ള ബേസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിമ്പിൾസ് ഉണ്ടെങ്കിൽ കളർ കറക്ടർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൺസീലർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പിമ്പിൾ മാർക്കൊക്കെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് വന്നിട്ട് ഡെയിലി ബേസിന് പറ്റിയൊരു സാധനമാണ്, നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ സാധനമാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ എല്ലാം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു വാട്ടർ ബോട്ടിലായത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പം ഈ ബോട്ടിൽ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഈ ഒരു 2 ലിറ്റർ മോട്ടിവേഷണൽ ഈ കോട്ട്സ് ഒക്കെ പോകുന്ന വാട്ടർ ബോട്ടിൽ, ഭയങ്കര ട്രെൻഡിങ്ങാണ്. ഞാനിത് വാങ്ങിക്കുന്നത് എനിക്ക് ഡെങ്കു വന്നു കഴിഞ്ഞപ്പോഴാണ്, ഡെങ്കു വന്ന് യൂറിൻ ഇൻഫെക്ഷനൊക്കെ ആയപ്പോഴാണ് ഞാനിത് വാങ്ങിക്കുന്നത് കേട്ടോ. ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചുള്ള സാധനം, ഇത് എവിടുന്നാണ് വാങ്ങിയെന്ന്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. സദ്വിദ്യയോ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡിൻ്റെ. ഇനി ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കേട്ടോ, ഉള്ളത് പറയാമല്ലോ. ഇതിൻ്റെ കൂടെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പണർ വരുന്നതാണ്. ഇതിൻ്റെ കൂടെ മറ്റേ സ്ട്രോയും സിബ്ബർ അറേഞ്ച്മെൻ്റ് ഒക്കെ തരുന്നുണ്ട്. സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷെ അതെനിക്ക് വേണ്ട, എൻ്റെ കയ്യിലുണ്ടത്. പക്ഷെ അത് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ സ്റ്റിക്കറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഈ കുപ്പിയിൽ ഒട്ടിക്കാൻ പറ്റിയ സ്റ്റിക്കറൊക്കെ. നല്ല ക്വാളിറ്റിയാണ്, നല്ലൊരു കളറാണ്. ആൻഡ് മെയിനായിട്ട് ഇതിൻ്റെ റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, അടിപൊളി ക്വാളിറ്റി. ഇതുവരെ പോയിട്ടില്ല റൈറ്റിംഗ് ഒന്നും, നല്ല വിസിബിളായി. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 6 to 8 months ആയി കാണും ഈ സാധനം. റൈറ്റിങ്ങിൻ്റെ ഒക്കെ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ. സാധാരണ ലോക്കലാണെങ്കിൽ ചീപ്പ് സാധനങ്ങളാണെങ്കിൽ ഈ റൈറ്റിംഗ് ഒക്കെ അങ്ങ് പോകും പൊതുവെ.
പക്ഷേ ഇതങ്ങനെയൊന്നും ഇല്ല. ഞാനാണെങ്കിൽ ഇത് ഉരച്ച് കഴുകുകയും ചെയ്ത് അറിയാതെ ഒരു തവണ, എന്നിട്ട് ഇതിൻ്റെ റൈറ്റിംഗ് ഒന്നും പോയിട്ടില്ല. നല്ലൊരു ഗോൾഡിലാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ഡേ ടു ഡേ ബേസിസിൽ ആവശ്യമായിട്ട് വരുന്നൊരു നല്ലൊരു റോസ് സിൽക്ക് കൈൻഡ് ഓഫ് വാച്ചാണ്. ഈ വാച്ച് സത്യം പറയാം എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് ഈ വാച്ച് എവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളതെന്ന്. കാരണം ഇത് അഡാമോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വാച്ചാണ്. ഇത് കാണാൻ ഭയങ്കര ക്ലാസ് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള വാച്ചാണ്. നല്ലൊരു റോസ് ഗോൾഡ് ഫിനിഷ് അതിന് പോകുന്നത്. ഡയലാണെങ്കിലും ജസ്റ്റ് ഒരു ഗോൾഡൻ ഡയൽ ഇങ്ങനെ പോകുന്നുണ്ട് സിംഗിളായിട്ടുള്ള, അല്ലാതെ ഓവർ ഡെക്കറേഷനോ അല്ലെങ്കിൽ സ്റ്റോൺസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ഗോൾഡൻ നല്ലൊരു ഗോൾഡ് അല്ല, റോസ് ഗോൾഡ് കൈൻഡ് ഓഫ് ഫിനിഷിൽ വരുന്ന ഒരു വാച്ച് കേട്ടോ. ഈ വാച്ച് ഞാൻ വാങ്ങിയ സമയത്ത് ഇതെനിക്ക് തോന്നിപ്പോൾ ഒരു 3 years ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് വാങ്ങിയിട്ടേ. ഇത് വാങ്ങിച്ച സമയത്ത് സത്യം പറയാൻ വിചാരിച്ചു ഇത് വാങ്ങി 2 ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ പോകും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ഈ വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം വാങ്ങിയ സമയത്ത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. 2 ഇടൽ കഴിയുമ്പോൾ കളർ പോയല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉപയോഗിച്ചത്. പക്ഷേ ഇത്രയും ഇപ്പോൾ ഒരു 3 years ആയി, ഇതുവരെ ഇതിൻ്റെ കളർ പോയിട്ടില്ല. അത്രയും നല്ല ക്വാളിറ്റി ആട്ടോ ഇതിൻ്റെ. കളറും പോയിട്ടില്ല, വേറെ ഒരു പ്രശ്നം ഈ വാച്ചിന് ഇല്ലെന്നുള്ള ഇത്രയും നാളായിട്ട്. നല്ലൊരു ക്വാളിറ്റി വാച്ചാണ്, അഫോർഡബിൾ റേഞ്ചിലാണ്, ഡേ ടു ഡേ ബേസിൽ യൂസ് ചെയ്യാം, കളറൊന്നും പോകത്തില്ല, നല്ല ഷീക്ക് ആൻഡ് എലഗൻ്റ് ആണ്. കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഹൈ എൻഡ് ബ്രാൻഡിൻ്റെ വാച്ചായിട്ട് തോന്നത്തുള്ളൂ. അങ്ങനത്തെ ഒരു വാച്ചായിട്ട് ഇത് വന്നിട്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു 2 ബ്രേസ്ലെറ്റ് ആണ് വരുന്നത്. ഇത് വന്നിട്ട് സവേരി പേൾസ് എന്നൊരു ബ്രാൻഡിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. ഇതും ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. എന്തോ 400 റേറ്റോ അങ്ങനെ എന്തോ ഉള്ളൂ, 400 ബിലോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ്, 2 ബ്രേസ്ലെറ്റിനും കൂടെ. ഇതിൻ്റെ കളർ ഫെയ്ഡ് ആയിട്ടില്ല. ഞാനുണ്ടല്ലോ എല്ലാത്തിനും കളർ ഭയങ്കരമായിട്ട് നോക്കും. പ്രത്യേകിച്ച് ഈ റോസ് ഗോൾഡ് വാച്ച്, റോസ് ഗോൾഡ് ജ്വല്ലറീസ് എന്ന് വെച്ചാൽ റോസ് ഗോൾഡ് കളർ കണ്ടിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ കളർ 1-2 യൂസ് പോകുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര വൃത്തികേടായിരിക്കും. പിന്നെ ജ്വല്ലറി കാണാൻ ഒരു ഭംഗിയേ കാണത്തില്ല. അപ്പോൾ ഞാൻ കളറൊക്കെ ഫെയ്ഡ് ആവുമോ എന്നൊക്കെ ഭയങ്കരമായിട്ട് നോക്കുവേ. ഇതും ഞാൻ വിചാരിച്ചത് കളറൊക്കെ പോകുന്നു, പക്ഷേ ഇതിൻ്റെ കളർ ഇതുവരെ പോയിട്ടില്ല. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഈ 2 ബ്രേസ്ലെറ്റും പോകുന്നത്. ഒന്നൊരു എത്നിക്, ഒരു ട്രഡീഷണൽ ഫ്ലവറൊക്കെ പോകുന്ന ഒരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് ഡിസൈൻ എന്ന് പറയാം. ഒന്ന് കുറച്ച് യൂണീക്ക് സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു എലഗൻറ്റ് ഡിസൈൻ ഒരെണ്ണത്തിന് വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു 2 ബ്രേസ്ലെറ്റോട് വരുന്നത്. ഇതും നല്ലൊരു റോസ് ഗോൾഡ് ആണ്, ഇതിൻ്റെ കളറ് പോയിട്ടില്ല. ഒരു എവറിഡേ യൂസിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നൊരു ബ്രേസ്ലെറ്റ് ആയിട്ട് വന്നിട്ട്. ഈ 2 ഡിസൈൻ അല്ലാതെ വേറെയും ഒരുപാട് ഡിസൈൻസ് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഓക്കെ, എവ്രിഡേ, ലിറ്ററലി എവ്രി ഡേ ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനം. ഇതിൽ ഈ വാട്ടർ ബോട്ടിലും ഇതുമൊക്കെ എന്ന് വെച്ചാൽ എല്ലാം തന്നെ ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ പറഞ്ഞില്ല യൂസ് ചെയ്യുന്നതാണ്. ഈ വാട്ടർ ബോട്ടിലും ഇതും എടുത്ത് പറയണം. ഇത് എൻ്റെ വാളറ്റാണ്, പേഴ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പേഴ്സായിരുന്നു ഇത്. വുമൺസ് പേഴ്സ് എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നതെങ്കിലും എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുകൂടി ഒരു യൂണിസെക്സ് കൈൻഡ് ഓഫ് പേഴ്സ് ആട്ടോ. ആമ്പിളർക്ക് യൂസ് ചെയ്യാം. ഡിസൈൻ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പെൺകുട്ടികളുടെയാണ്? അതായത് പെൺകുട്ടികളുടെ ആയിട്ട് തോന്നിക്കുന്ന ഒരു ഡിസൈനും ഇതിൽ പോകുന്നില്ല. ഇതും ഒരു 3 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വാളറ്റ് അല്ലെങ്കിൽ പേഴ്സാണ്. അപ്പം ഇത് വന്നിട്ടൊരു സിമ്പിളായിട്ടുള്ള ഒരു പേഴ്സാണ്. പ്രത്യേകിച്ച് ഡെക്കറേഷനൊന്നും പോകുന്നില്ല. ഇവിടെ ഒരു ഒറ്റ അപ്പാർട്ട്മെൻ്റ് അല്ലേ പറയുന്ന, ഒറ്റ അപ്പാർട്ട്മെൻറ്റേ പോകുന്നുള്ളൂ. പിന്നെ ചില്ലറ വയ്ക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തൊരു സിബ് പോലത്തെ ഈ ഒരു ഇത് വരുന്നുണ്ട് പുറത്ത്. ഇതിലാണ് ഞാൻ ചില്ലറയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത്. ഒറ്റ അപ്പാർട്ട്മെൻറ്റാണ്, അതിൽ ക്യാഷ് വരും. പിന്നെ ഇവിടെ കാർഡ് വയ്ക്കാനുള്ളതും പിന്നെ അങ്ങനത്തെ കുറച്ച് കമ്പാർട്ട്മെൻറ്റ് ഇവിടെയും പോകുന്നുണ്ട്. ഇവിടെ ഒരു 3 കമ്പാർട്ട്മെൻറ്റ് ഇവിടെയും പോകുന്നുണ്ട്, ഈ സൈഡിൽ ഒരു 3 കമ്പാർട്ട്മെൻറ്റ് പോകുന്നുണ്ട്. അപ്പം ഞാനിതിപ്പോൾ വാങ്ങിയിട്ടൊരു 3-4 വർഷമായി എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു പേഴ്സാട്ടോ ഇത് വന്നിട്ട്. അപ്പം ഇതിലിപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടൊരു ഡാമേജ് വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഞാൻ നിങ്ങളത് കാണിക്കണോ ഇല്ലെങ്കിൽ അത് മോശമായി പോകും. ഇതിങ്ങനെ ജോയിൻ്റ് ആയിരുന്നു, ഇപ്പം ഇതിങ്ങനെ കണ്ടോ ഇളകി വന്നിട്ടുണ്ട്. എന്നിട്ടും ഞാൻ നിങ്ങളിത് കാണിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു വാളറ്റായിരുന്നു, നല്ലൊരു പേഴ്സായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു സ്റ്റിച്ചും ഇളകിപ്പോയിട്ടില്ല ഇതുവരെ. ഇപ്പോഴാണ് റീസെൻ്റ് ആയിട്ടാണ് ഇതൊന്ന് ഇളകിപ്പോയത്. എന്ന് യൂസ് ചെയ്യുന്ന സാധനമായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്, ഒരുപാട് റേറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നൊരു പേഴ്സ് അല്ലായിരുന്നു ഇത്. പക്ഷേ ഈ ഒരു പ്രൈസിന് ഇത്രയും നാൾ ഇത് ഓടി. ഇതിൻ്റെ കളറോ അല്ലെങ്കിൽ ഇതൊന്നും പോയിട്ടില്ല. കണ്ടോ ഈ ഒരു ലെതറിൻ്റെ ഒരു പാച്ചോ ഒന്നും ഇളകി വന്നിട്ടില്ല.
ഈ സ്റ്റിച്ചും ഒന്നും ഇളകിപ്പോയില്ല കേട്ടോ. നല്ലൊരു ക്വാളിറ്റി പേഴ്സ് ആയിരുന്നു കേട്ടോ ഇത് വന്നിട്ട്. സോ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഈ വീഡിയോ കാണിച്ച എല്ലാ സാധനങ്ങളും എനിക്കൊന്ന് ഈ ബോട്ടിൽ മാത്രമാണ് റീസെൻ്റ് ആയിട്ട് ഒരു 8 months എന്തോ 6 months 8 months ആയിട്ടുള്ളൂ ഇത് വാങ്ങിയിട്ട്. ബാക്കി എല്ലാ പ്രൊഡക്ട്സും തന്നെ 2 വർഷം 3 വർഷം 4 വർഷം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതുവരെ കളറോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഫീഡായിട്ടില്ല. എന്നാൽ അത്യാവശ്യം അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ പ്രോഡക്റ്റ് ഏത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം ബൈങ് ലിങ്ക് വന്നിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഇനി നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ലൈഫ് സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ടേക്ക് കെയർ. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം ഓൾസോ. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ യെസ്, ടേക്ക് കെയർ, ബൈ.